കോടികൾ തട്ടിയെടുത്ത ധന്യാമോഹന് വിനയായത് മൈക്രോസോഫ്റ്റ് വിൻഡോസിനുണ്ടായ തകരാർ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മണപ്പുറം ഫിനാൻസിൽ നിന്നും 20 കോടി രൂപ തട്ടിയെടുത്ത പ്രതി ധന്യാമോഹന്റെ അനധികൃത പണമിടപാടുകൾ വെളിയിൽ വന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസിന് ആഗോളതലത്തിലുണ്ടായ തകരാറാണെന്ന് റിപ്പോർട്ടുകൾ. വിൻഡോസ് തകരാറിലായപ്പോൾ ധന്യ അനധികൃതമായി നടത്തിയ ഒരു പണമിടപാടിന്റെ വിവരം കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ധന്യയുടെ തട്ടിപ്പുകൾ പുറത്തെത്തിച്ചത്. അതേസമയം ധന്യാമോഹൻ ഓഹരി വിപണിയിൽ വൻതുക നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. 2 കോടിയോളം രൂപ റമ്മി കളിച്ച് കളഞ്ഞെങ്കിലും കുറച്ചു പണം തിരികെ ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. കൂടാതെ ധന്യ തട്ടിച്ചെടുത്ത പണം ഭർത്താവിന്റെ NRI അക്കൗണ്ടിലൂടെ കുഴൽപ്പണ സംഘത്തിലേക്ക് എത്തിയെന്ന സൂചനയുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലും പോലീസ് അന്വേഷണം നടത്തുകയാണ്. 8 അക്കൗണ്ടുകൾ വഴി 8000-ഓളം ഇടപാടുകളിലൂടെ ധന്യ 20 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. തട്ടിപ്പ് നടത്താൻ ഉപയോഗിച്ച 5 അക്കൗണ്ടുകൾ ധന്യയുടെ പേരിലുള്ളതാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ 18 വർഷത്തോളമായി അസിസ്റ്റന്റ് ജനറൽ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു ധന്യ. തുടർന്ന് 2019 മുതൽ കമ്പനിയിൽ നിന്നും വ്യാജ ലോണുകൾ ഉണ്ടാക്കി കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നും അച്ഛന്റെയും സഹോദരന്റെയും വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്താണ് ധന്യ 20 കോടി രൂപയോളം തട്ടിയെടുത്തതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു.